സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗുഡ്ജറ്റ് മാസ്റ്റർ. അങ്ങനെ കാത്തിരിപ്പൊടുവിൽ ഫെന്റാസ്റ്റിക് ഫോറിന്റെ ആദ്യ ട്രെയിലർ അല്ലെങ്കിൽ ആദ്യ ടീസർ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നു. മാർവൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ്. കാരണം കുറച്ചധികം പ്രോജക്റ്റുകൾ ലൈനപ്പിലാണ്. എന്നാൽ പോലും അവർക്ക് ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകളെ പറ്റിയിട്ടുള്ള ഒരു ഹൈപ്പ് നിലനിർത്താൻ വേണ്ടി ഇപ്പോഴേ അതിൻ്റെ ടീസറുകൾ പുറത്തിറങ്ങിയിരിക്കുന്നു. സോ അതോടെ നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ഫെന്റാസ്റ്റിക് ഫോർ ഈ സിനിമയുടെ ടീസറിൻ്റെ ബ്രേക്ക് ഡൗൺ തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് ഇറക്കാൻ നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അതിൽ കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ നിങ്ങൾക്ക് വിഷയം കാണാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഈ ടീസർ ആരംഭിക്കുമ്പോഴേ നമ്മൾ കാണുന്നത് ഫസ്റ്റ് ബിൽഡിംഗ് തന്നെയാണ്. ഒരു 1960-70 കാലഘട്ടത്തിൽ തന്നെയാണ് സിനിമയുടെ കഥ നടക്കുന്നത്. ഒരു പഴയ റെട്രോ കാലഘട്ടം തന്നെ. എന്നാൽ പോലും ഒരേരും വ്യക്തമാണ്, കുറേയധികം അഡ്വാൻസ്ഡ് ആണ്. അഥവാ 70-80 കാലഘട്ടങ്ങളിൽ എങ്ങനെയാണോ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിലേ അല്ല ബിൽഡിങ്ങുകളുടെ ഷേപ്പും ഇതുകൂടാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ഒരേരും ഉറപ്പാണ്, ഇത് നമ്മുടെ നോർമൽ എർത്തിലല്ല, അഥവാ മറ്റൊരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലാണ്. സോ അതോടെ തന്നെ ആ ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലെ 1970s കാലഘട്ടം എന്ന് പറയുന്നത് കുറേ കൂടി അഡ്വാൻസ്ഡ് ആണ്. അഥവാ നമ്മുടെ ഇപ്പോഴത്തെ 2000 കാലഘട്ടം, അഥവാ നമ്മുടെ എർത്തിലെ 2000-2010 കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് അവർ കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ്, ഡെവലപ്ഡ് ആണ്. ശേഷം നമ്മൾ കാണുന്ന ഇതേ നമ്മുടെ ഫെന്റാസ്റ്റിക് ഫോറിന്റെ ടീമിനെ തന്നെയും ഒരു ഡിന്നറിനെ പറ്റി അവർ പറയുന്നു. അഥവാ നമ്മുടെ റേ റിച്ചാർഡ് സ്വയം പറയുന്നു 7 മണിക്ക് വരണമെന്ന് മറ്റും പറയുന്നു. ശേഷമുള്ള തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ബെന്നിനെയാണ്. ബെന്നിനോടൊപ്പം ഹേബുമുണ്ട്. ഈ ഹേബ് എന്ന് പറയുന്നത് അവരുടെ ഒരു റോബോട്ട് തന്നെയാണ്. പുള്ളിക്കാരൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, അഥവാ കോമിക്സിലെ പുള്ളിയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഗാലക്ടസിനെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ പുള്ളി നല്ലൊരു ഷെഫായി മാറി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബെന്നിനോടൊപ്പം നല്ല രീതിയിൽ പാചകത്തിൽ തന്നെയാണ് ഹേബുള്ളത്. തുടക്കത്തിൽ അഥവാ ഈ ഒരു ടീസറിന്റെ ആരംഭത്തിൽ നമ്മൾ ഇത്തരത്തിൽ കാണുന്നു. ശേഷമുള്ള തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഇതേ റീഡ് തന്നെ കുറച്ചൊരു ഇക്വേഷൻസ് എല്ലാം ബോർഡിൽ എഴുതുന്നത് തന്നെയാണ്. അഥവാ പുള്ളി എന്തോ കണ്ടുപിടുത്തത്തിലാണ് എന്നുള്ളത് വ്യക്തം. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് 3-4 സ്പേസ് സൂട്ടുകളും കാണാൻ സാധിക്കുന്നു. എന്നാൽ ഈ സ്പേസ് സൂട്ടുകളല്ല അവർ അപകടം പറ്റുന്ന സമയത്ത് ധരിച്ചിരുന്നത്. അത് കുറെ കൂടി ലൈറ്റ് കളർ ആയിരുന്നു, അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ആയിരുന്നു. എന്നാൽ ഈ ഒരു ബ്ലൂവിന്റെ ആ ഒരു പാറ്റേൺ അധികം ഇല്ല. എന്നാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്പേസ് സൂട്ടിലായിട്ട് ബ്ലൂവിൻ്റെ പാറ്റേൺ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു. കുറെ കൂടി ഡാർക്കറാണ്. സോ അതോടെ തന്നെ ഇത് മറ്റെന്തെങ്കിലും ആവശ്യത്തിനുള്ളതാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇത് മാത്രമല്ലാതെ പുള്ളി ഇനിയും സ്പേസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നും ഇത് സൂചിപ്പിക്കുന്നു. ഇതേ കാര്യം തന്നെ ഈ ഒരു ബോർഡിലുള്ളതിലൂടെയും നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഒരു ഇക്വേഷൻ പുള്ളി എഴുതുന്നത് തന്നെ എന്തോ ഒന്ന് കണ്ടുപിടിക്കാനുള്ളത് വേണ്ടി തന്നെയാണ്. കാരണം ഒരു പർട്ടിക്കുലർ ഇമേജിലായിട്ട് നമുക്ക് വേം ഹോൺ പോലെയുള്ള ഒന്ന് കാണാൻ സാധിക്കുന്നു. അതിൽ കൃത്യമായിട്ട് എക്സിറ്റ് എന്ന് മറ്റും എഴുതിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരേ ഉറപ്പാണ്, പുള്ളി ഓൾറെഡി മൾട്ടിവേഴ്സിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഒരു പരിധി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൾട്ടിവേഴ്സൽ ട്രാവലിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പ്ലാൻ പുള്ളി തയ്യാറാക്കുക തന്നെയാണ്. കോമിക്സിൽ നോക്കിയാൽ പോലും നമുക്ക് ഇത്തരത്തിലൊരു കാര്യം കാണാൻ സാധിക്കുന്നു. അഥവാ കോമിക്സിൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കി പുള്ളി ഇത്തരത്തിൽ മൾട്ടിവേഴ്സൽ ട്രാവൽ നടത്തിയിട്ടുണ്ട്. സോ അതോടെ തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് സിനിമയിൽ വരുമ്പോൾ മാർവൽ ഉപയോഗിക്കാൻ പോകുന്നതെന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പോലും കണ്ടു തന്നെ അറിയണം. ഇത് മാത്രമല്ലാതെ ഈ ഒരു ടീസർ വരുന്നതിനോടനുബന്ധിച്ച് തന്നെ ഒരു ചെറിയ ഇവന്റ് പോലെ മാർവൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇവന്റിന്റെ അവസാന ഭാഗത്തായിട്ട് ഒരു കൗണ്ട് ഡൗൺ പോലെയാണ് ഈ ഒരു ടീസർ അവർ ലോഞ്ച് ചെയ്തത്. ഒരുമാതിരി നാസ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് പോലെയാണ് ആ ഒരു ഇവന്റ് അവർ ഹോസ്റ്റ് ചെയ്തിരുന്നത്. ആ ഒരു ഇവന്റിലായിട്ട് നമുക്ക് ഫ്യൂച്ചർ ഫൗണ്ടേഷനെ പറ്റിയും അവിടെയായിട്ട് അവർ കാണാൻ സാധിച്ചു. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരസ്യം പോലെ അവർ നൽകിയിട്ടുമുണ്ട്. മാർവൽ കോമിക്സിൽ ഇത്തരത്തിലൊരു ഫ്യൂച്ചർ ഫൗണ്ടേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അഥവാ മാർവൽ കുറേയധികം യങ് ടാലൻസുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രത്യേക കോച്ചിങ്ങും ക്ലാസ്സും നൽകുന്നതാണ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ. ഈ ഫ്യൂച്ചർ ഫൗണ്ടേഷനോടെ അവർ ഉദ്ദേശിക്കുന്നത് കുറേയധികം ബ്രില്യൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ ഒരു അറിവ് അതിലുപരി കൂടുതൽ അറിവായിട്ട് ആ ഒരു കുട്ടികളിലേക്ക് നൽകാൻ അവർ ശ്രമിക്കുന്നു. ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെ. അതോടെ തന്നെ ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് എല്ലാം അവർക്ക് ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. സോ അതോടെ തന്നെ ഈ ഒരു സിനിമയിൽ മൾട്ടിവേഴ്സൽ ട്രാവൽ പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 101% പോസിബിൾ ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ നമ്മൾ കാണുക തന്നെ ചെയ്യും. എന്നാൽ മാത്രമേ സിനിമ മുന്നോട്ട് പോവുകയുള്ളൂ. സീക്രട്ട് വാഴ്സിലേക്ക് കണക്ട് ആവേണ്ട കാര്യമല്ലേ ഇത്. ശേഷമുള്ള തുടർ സീനിൽ നമ്മൾ കാണുന്നത് ഇതേ സൂര്യനും അതേപോലെ റീ റിച്ചാർഡിനെ തന്നെയാണ്. അവർ അവരുടെ ആ ഒരു അപകടത്തെ പറ്റിയും ഇതുകൂടാതെ ഇപ്പോഴത്തെ ടീം അംഗങ്ങളെ പറ്റി പറയുന്നു. ആ ഒരു അപകടത്തിന് ശേഷം അവർക്കുണ്ടായ മാറ്റങ്ങളും ആ ഒരു അപകടത്തിൽ ആദ്യമായിട്ട് ഡിസപ്പിയർ ആയതും ശേഷം ബെൻ റോക്ക് പോലെ ആയതും ജോണി ഫ്ലെയിമിനെ ആദ്യമായിട്ട് ഉപയോഗിച്ചതെല്ലാം തന്നെ ഓർത്തെടുക്കുന്നു. ശേഷം ആ ഒരു കാര്യങ്ങളെ പറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം തന്നെ ബാക്ക്ഗ്രൗണ്ടിലിട്ട് നമുക്ക് അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു. അഥവാ ബെൻ റോക്കായതിനു ശേഷം പുള്ളി കുറേയധികം ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. കാരണം ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. നല്ല വിഷമവും ദേഷ്യവും പേടിയും എല്ലാം ഉണ്ട്. അത് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരേ ഉറപ്പാണ്, സിനിമയിലെ മുൻപോട്ട് പോകും തോറും കുട്ടികളുടെ എല്ലാവരും ഫേവറേറ്റ് ക്യാരക്ടറായിട്ട് ബെൻ മാറുകയും ചെയ്യുന്നു. അത് നമുക്ക് ഈ ഒരു സിനിമയുടെ തന്നെ പർട്ടിക്കുലർ സീക്വൻസിൽ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ജോണിയുടെ കാര്യത്തിലും. ട്രെയിലറിന്റെ ഒരു സീനിൽ നമുക്ക് ജോണിയെ സ്പേസിലായിട്ട്, അല്ലെങ്കിൽ
ഔട്ടർ സ്പേസിലായിട്ട് നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഒരു പരിധി മനസ്സിലാക്കാൻ സാധിക്കുന്നു. തന്റെ പവറിനെ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സീൻ ആയിരിക്കാം. എന്നാൽ പിന്നീട് ജോണിക്ക് തന്റെ പവറിന് നല്ല രീതിയിൽ കൺട്രോൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമാണ് കുറച്ച് സീനുകളിലൂടെ. ശേഷമുള്ള സീനിൽ നമ്മൾ കാണുന്നത് അവരുടെ ആ ഒരു കാർ പോകുന്നതും തുടർന്ന് നഗരത്തിൽ എന്തോ ഒരു അപകടം പറ്റുന്നതായിട്ടും ജോണിയും ബിന്നുമെല്ലാം അതിനെതിരെ ഓടുന്നതായിട്ടും നമ്മൾ കാണുകയും ചെയ്യുന്നു. ശേഷമുള്ള മറ്റൊരു സീനിൽ നമ്മൾ കാണുന്നത് ആകാശത്തായിട്ട് എന്തോ ഒരു സ്ഫോടനം പോലെ നടക്കുന്നത് തന്നെയാണ്. സിനിമയുടെ മെയിൻ വില്ലൻ ആരാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പല ഹിന്ദികളും ഇടയ്ക്കിടയ്ക്കായിട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ പോലും ഒടുവിൽ ആരാണ് എന്നത് അവർ വ്യക്തമായിട്ട് കാണുകയും ചെയ്യുന്നത്. എന്നാൽ മെയിൻ വില്ലൻ ഇത് തന്നെയാണോ എന്നുള്ളത് ഡൗട്ടാണ്. അത് നമുക്ക് മുൻപോട്ട് പോകുന്നതോറും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശേഷമുള്ള തൊട്ടടുത്ത സീൻ നമുക്ക് കാണുന്നത് ഒരു വൃദ്ധനെ തന്നെയാണ്. കൃത്യമായിട്ടും ഈ ഒരു ക്യാരക്ടർ ആരാണെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ റൂമറുകൾ പറയപ്പെടുന്നത് പ്രകാരം ഇത് റെഡ് ഗോസ്റ്റ് ആണ് എന്നുള്ളതാണ്. അഥവാ മാർവൽ കോമിക്സിലെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ തന്നെ ഒരു വില്ലൻ ക്യാരക്ടറാണ് റെഡ് ഗോസ്റ്റ്. കോമിക്സിൽ കുറച്ച് ഏപ്സിനെ എല്ലാം കൊണ്ടുപോയി ഇത്തരത്തിലുള്ള, അതായത് ഫാന്റാസ്റ്റിക് ഫോറിന് പവർ കിട്ടിയത് പോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് അത്തരത്തിൽ കുറച്ചധികം റേഡിയേഷൻസിനോട് എക്സ്പോസ് ആകുന്ന ഫാന്റാസ്റ്റിക് ഫോറിന്റെ സിമിലർ ആയിട്ടുള്ള പവർ കിട്ടാൻ. എന്നാൽ അത്തരത്തിൽ സംഭവിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഒരു കോമിക്സിലെ ഒരു മെയിൻ വില്ലൻ ക്യാരക്ടറാണ് റെഡ് ഗോസ്റ്റ്. ഈ ഒരു സിനിമയിലെ വൺ ഓഫ് ദ വില്ലൻസ് ആണ് ഇതെന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ നിഴൽ തന്നെയാണ്. ഒറ്റ നടത്തിൽ ഏത് മാർവൽ ആരാധകനും അത് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റാരുമല്ല, ഗലക്ടസ് തന്നെ. ശേഷമുള്ള അവസാനത്തെ സീനിൽ നമ്മൾ ഗലക്ടസിന്റെ തലയുടെ ആ ഒരു ഫുൾ ഷേപ്പ് കാണുകയും ചെയ്യുന്നുണ്ട്. മുൻപായിട്ട് വന്നിട്ടുള്ള ഫാന്റാസ്റ്റിക് ഫോറിന്റെ സെയിമിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഗലക്ടസിന് കൃത്യമായിട്ടുള്ള ഒരു ബോഡി അവർ നൽകി. ഇപ്പോൾ ഇത്രമാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ എന്തൊക്കെ തന്നെയാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് വഴിയെ നൽകാം. സോ അതോടെ തന്നെ നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. സോ അതോടെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നടന്ന ഫാൻസിസം പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇനി ഒരു എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയുടെ എൻ്റെ വാച്ചിങ് ഗുഡ് മാസ്റ്റർ.